ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. 17 വർഷത്തിന് ശേഷം BSNL ലാഭത്തിലേക്ക്. ഡിസംബർ പാദത്തിൽ കമ്പനിക്ക് 262 കോടി രൂപയുടെ അറ്റാദായം. ഡിസംബർ പാദത്തിൽ പ്രമുഖ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL 262 കോടി രൂപയുടെ അറ്റാദായം നേടി. 17 വർഷത്തിനു ശേഷം ആദ്യമായാണ് കമ്പനി ലാഭം നേടുന്നത്. ഇത് കമ്പനിയുടെ ലാഭത്തിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. സേവന ഓഫറുകളുടെയും വരിക്കാരുടെ അടിത്തറയുടെയും വിപുലീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച BSNLന് ഇതൊരു സുപ്രധാന വഴിത്തിരിവാണെന്നും അദ്ദേഹം പറഞ്ഞു. മൊബിലിറ്റി, FTTH, ലീസ്ഡ് ലൈൻ സർവീസ് ഓഫറിംഗ് എന്നിവയിൽ 14 മുതൽ 18% വരെ വളർച്ചയാണ് BSNL കൈവരിച്ചത്. ജൂണിലെ 8.4 കോടിയിൽ നിന്ന് ഡിസംബറിൽ വരിക്കാരുടെ അടിത്തറയും ഉയർന്നു. ഏകദേശം 9 കോടിയാണ് വരിക്കാരുടെ എണ്ണം ഉയർന്നതെന്നും മന്ത്രി പറഞ്ഞു. BSNLനും ഇന്ത്യയുടെ ടെലികോം മേഖലയുടെ യാത്രയ്ക്കും ഇന്നൊരു സുപ്രധാന ദിവസമാണ്. 17 വർഷത്തിനിടെ ആദ്യമായി BSNL ലാഭം രേഖപ്പെടുത്തി. ഇതിനു മുൻപ് BSNL ഒരു പാദത്തിൽ ലാഭം രേഖപ്പെടുത്തിയത് 2007-ലാണ്. മൊബിലിറ്റി സേവന വരുമാനം 15% വളർച്ച നേടി. ഫൈബർ ടു ദി ഹോം വരുമാനം 18% വർദ്ധിച്ചു. ലീസ്ഡ് ലൈൻ സേവന വരുമാനം മുൻവർഷത്തെ മൂന്നാം പാദത്തെ അപേക്ഷിച്ച് 14% വർദ്ധിച്ചതായും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ കോയിൻബേസ് വീണ്ടും ഇന്ത്യയിൽ സജീവമാകുന്നു. നിയന്ത്രണ വെല്ലുവിളികൾ കാരണം നിലവിൽ പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കിയ കമ്പനി കർശന നിബന്ധനകളോടെയാകും തിരിച്ചെത്തുക. ഇന്ത്യൻ വിപണിയിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോയിൻബേസ്. നിയന്ത്രണ വെല്ലുവിളികൾ കാരണം മുൻപ് പ്രവർത്തനങ്ങൾ കുറച്ചിരിക്കുകയായിരുന്നു US ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ കോയിൻബേസ്. നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകും തിരിച്ചുവരവ്. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നയരൂപീകരണ വിദഗ്ധന്മാരും നിയന്ത്രണ ഏജൻസികളുമായും കമ്പനി വീണ്ടും ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഡിജിറ്റൽ ആസ്തികൾക്കായുള്ള രാജ്യത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നിയമചട്ടക്കൂടിനെ കാര്യക്ഷമമാക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടുമുള്ള നിയന്ത്രണ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നാണ് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിയന്ത്രണ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തന മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് ഉറപ്പാക്കുമെന്നാണ് ഇന്ത്യയിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ച് കമ്പനി അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിലയൻസിന് 15,000 കോടി നഷ്ടപരിഹാരം നൽകാനുള്ള വിധി ഹൈക്കോടതി റദ്ദാക്കി. 2018 അന്താരാഷ്ട്ര ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ വിധിയാണ് റദ്ദാക്കിയത്. കൃഷ്ണ ഗോദാവരി ബേസിൻ എണ്ണപ്പാടത്തിലെ പ്രകൃതിവാതക ഖനനവുമായി ബന്ധപ്പെട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന് നഷ്ടപരിഹാരം നൽകാനുള്ള തർക്ക പരിഹാര കോടതിയുടെ വിധി ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിച്ചാണ് $1.729 ബില്യൺ നഷ്ടപരിഹാരം നൽകാനുള്ള വിധി ജസ്റ്റിസുമാരായ രേഖ പാലി, സൗരവ് ബാനർജി എന്നിവരുടെ ബെഞ്ച് റദ്ദാക്കിയത്. പൊതുമേഖലാ സ്ഥാപനമായ ONGCയുടെ പ്രകൃതിവാതക പാടങ്ങളിലെ ഖനനത്തിന് റിലയൻസും പങ്കാളികളായ BP, നിക്കോ എന്നീ കമ്പനികളും ചേർന്ന് 2000 കരാറിലേർപ്പെട്ടിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ONGCക്കുള്ള 2 എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള വാതകം തൊട്ടടുത്ത റിലയൻസ് പാടത്തേക്കെടുത്ത് സംസ്കരിച്ച് വിൽപ്പന നടത്തി റിലയൻസും പങ്കാളികളും അനർഹമായ നേട്ടം കൊയ്യുന്നുവെന്ന ആരോപണം 2013 ഉയർന്നു. തുടർന്ന് വിഷയം പരിശോധിച്ച റിട്ടയർഡ് ജസ്റ്റിസ് AP ഷാ അധ്യക്ഷനായ ബെഞ്ച് റിലയൻസ് നഷ്ടപരിഹാരം നൽകണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഫലമായി കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. പിന്നാലെ റിലയൻസ് രാജ്യാന്തര തർക്ക പരിഹാര കോടതിയിലെത്തി. 2018 ജൂലൈയിൽ തർക്ക പരിഹാര കോടതി റിലയൻസിന് അനുകൂലമായി വിധിച്ചു. ഇതിനെതിരെ കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 2023 മെയ്യിൽ സിംഗിൾ ബെഞ്ച് വിധി ശരിവെക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയുള്ള അപ്പീലിലാണ് കേന്ദ്രത്തിന് അനുകൂലമായ വിധി ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OpenAI വാങ്ങാനുള്ള മസ്കിന്റെ ഓഫർ നിരസിച്ച് കമ്പനി ബോർഡ്. $97.4 ബില്യൺ കമ്പനിയുടെ മുഴുവൻ ആസ്തി സ്വന്തമാക്കാൻ മസ്ക് ബിഡ് സമർപ്പിച്ചിരുന്നു. $97.4 ബില്യൺ OpenAI വാങ്ങാനുള്ള മസ്കിന്റെ ഓഫർ കമ്പനി ബോർഡ് നിരസിച്ചു. OpenAI വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും മസ്കിന്റെ ആശയത്തെ ബോർഡ് ഏകകണ്ഠമായി നിരസിക്കുന്നതായും OpenAIയുടെ ചെയർമാൻ ബ്രെറ്റ് ടെയ്ലർ വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു. കമ്പനിയുടെ മുഴുവൻ ആസ്തിയും സ്വന്തമാക്കാൻ OpenAI ബോർഡിന്റെ മുൻപിൽ മസ്ക് ബിഡ് സമർപ്പിച്ചിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് OpenAIയുടെ സഹസ്ഥാപകനായിരുന്നു മസ്ക്. പിന്നീട് അധികാര മത്സരവും അഭിപ്രായ ഭിന്നതയും മൂലം 2018 ബോർഡിൽ നിന്ന് മസ്ക് പിന്മാറി. കഴിഞ്ഞ വർഷം കമ്പനിക്കെതിരെ മസ്ക് 2 കേസുകൾ ഫയൽ ചെയ്തിരുന്നു. കമ്പനി അതിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു കേസ്. ലാഭേച്ഛയില്ലാത്ത ഗവേഷണ ലാബായി OpenAIയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കമ്പനിയെ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് മസ്ക് തുക വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജിയോ സ്റ്റാർ പുതിയ OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ പ്രഖ്യാപിച്ചു. 10 ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാർ ഉള്ളടക്കം നൽകും.
റിലയൻസിന്റെ വിനോദ വിഭാഗമായ ജിയോ സ്റ്റാർ, ജിയോ സിനിമയെയും സിഡ്നി ഹോട്ട്സ്റ്റാറിനെയും ലയിപ്പിച്ച് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന പേരിൽ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഇത് ഗ്രൂപ്പിലെ എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. സംയുക്ത പ്ലാറ്റ്ഫോമിൽ 50 കോടിയിലധികം ഉപയോക്താക്കളുണ്ട്. സ്പോർട്സ്, വിനോദം ഉൾപ്പെടെ 3 ലക്ഷം മണിക്കൂർ വിനോദ പരിപാടികളാണ് ജിയോ ഹോട്ട്സ്റ്റാർ വാഗ്ദാനം ചെയ്യുന്നത്. സിഡ്നി, NBC യൂണിവേഴ്സൽ, പീകോക്ക്, വാർണർ ബ്രദേഴ്സ് ഡിസ്കവറി, HBO, പാരാമൗണ്ട് എന്നിവയിൽ നിന്നുള്ള ഉള്ളടക്കം 10 ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാർ നൽകും. ആഗോളതലത്തിൽ മറ്റൊരു സ്ട്രീമിംഗ് സേവനവും നൽകാത്ത ഒന്നാണിതെന്ന് കമ്പനി ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇവന്റുകൾ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, വനിതാ പ്രീമിയർ ലീഗ് തുടങ്ങിയ പ്രീമിയർ ടൂർണമെന്റുകളും ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീം ചെയ്യും. ക്രിക്കറ്റിനു പുറമെ പ്രീമിയർ ലീഗ്, വിംബിൾഡൺ, പ്രോ കബഡി, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിവയും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. NX 200 ബൈക്ക് പുറത്തിറക്കി ഹോണ്ട. 1,68,499 രൂപയാണ് എക്സ് ഷോറൂം വില. പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ പുതിയ ബൈക്കായ NX 200 പുറത്തിറക്കി. പുതിയ ഹോണ്ട NX 200ന്റെ വില 1,68,499 രൂപയാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ HMSI, റെഡ് വിംഗ്, ബിഗ് വിംഗ് ഡീലർഷിപ്പുകളിലും വാഹനം ലഭ്യമാണ്. മസ്കുലാർ ഫ്യൂവൽ ടാങ്ക്, സ്ട്രൈക്കിംഗ് ഗ്രാഫിക്സ്, കമാൻഡിംഗ് സ്റ്റാൻഡ്സ്, ഓൾ LED ഹെഡ്ലാമ്പ്, ആകർഷകമായ LED വിംഗറുകൾ, X ആകൃതിയിലുള്ള LED ടെയിൽ ലാമ്പ് എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. 184.4 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ 8500 RPMൽ 12.5 കിലോവാട്ട് പവറും 6000 RPMൽ 15.7 Nm പീക്ക് ടോർക്കും നൽകുന്നു. എഞ്ചിൻ 5 സ്പീഡ് ഗിയർ ബോക്സുമായി ഇണക്കി ചേർത്തിരിക്കുന്നു. റൈഡർമാരെ നാവിഗേഷൻ ആക്സസ് ചെയ്യാനും കോൾ അറിയിപ്പുകൾ സ്വീകരിക്കാനും SMS അലർട്ടുകൾ സ്വീകരിക്കാനും സഹായിക്കുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടുകൂടിയ 4.2 ഇഞ്ച് ഫുൾ ഡിജിറ്റൽ FT ഡിസ്പ്ലേയും ഹോണ്ട റോഡ് സിങ്ക് ആപ്ലിക്കേഷൻ കോമ്പാറ്റിബിലിറ്റിയുമാണ് മറ്റു പ്രത്യേകതകൾ. മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായി മോട്ടോർ സൈക്കിൾ ഡ്യുവൽ ചാനൽ